ചേച്ചി എങ്ങനെയുണ്ട്? ഭക്ഷണം ഉഷാറായിക്കണോ? പപ്പടവും സാമ്പാറും രസമൊക്കെ കൂട്ടി കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് ചോറല്ലേ? ബിരിയാണി ഒന്നും ഇല്ല അല്ലേ? പപ്പടം കുറച്ചുള്ളൂ. ഈ കുമാരി ചേച്ചി നല്ല തട്ടിട്ടുള്ള കുമാരി ചേച്ചി ഇങ്ങോട്ട് ഊണൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? അതാ മേലിൽ കൂടെ അതാ മുരിങ്ങാക്കോലൊക്കെ പോകുന്നത്. ഉഷാറായില്ലേ? ഒക്കെ കാലിയായില്ലേ? മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ? ഉഷാറായോ? ഏതാണ് അതൊക്കെ എടുത്തോണ്ടേ ഇരിക്കുക. വീഡിയോ ആണ് ഇരിക്കുന്നത്. കൊണ്ടാട്ടം മുളകുണ്ട്, അച്ചാറുണ്ട്. ഇതെന്ത് ഉപ്പേരിയാണ്? ക്യാബേജ് ഉപ്പേരി, പുളിയഞ്ചി, മുളക് കഴിഞ്ഞില്ലല്ലോ. നല്ല വെട്ടിട്ടൊന്ന് കുമാരി ചേച്ചി. എന്താ അബ്ബാസൊക്കെ അവിടെ കാണിക്കുന്നത്? എന്താണ് കേറിക്കുന്നത്? നമ്മളെ അച്ചോട്ടൻ ഫോൺ എടുക്കുന്നത്. എങ്ങനെയുണ്ട് അച്ചോട്ടാ? ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി ഇരിക്കണല്ലേ? അടിപൊളി ഭക്ഷണം. യാത്ര മൈസൂർ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൈസൂർ യാത്ര വളരെ മൈസൂർ എന്തൊക്കെയാ കണ്ടത്? മൈസൂർ കണ്ടെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ പുതിയാപ്പിള സുധീഷ് എത്തിയിരിക്കുകയാണ്. സുധീഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സുധീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമാണ് എന്ന് നിങ്ങളാണോ പറയാ? അതെ. താങ്കളുടെ ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പാണോ ഇത്? എന്നിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടായി? അതെ, പല പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് മുൻഷിയിലുള്ള മാതിരി. എങ്ങനെ എന്തുകൊണ്ട്? ഇനി നമുക്ക് മണിയേട്ടൻ ചോറ് ഒന്നും കാണാം. മണിയേട്ട എങ്ങനെയുണ്ട് ഭക്ഷണം കഴിച്ചൊക്കെ? ഈ ചോറ് കാണാം. ചോറ് നമുക്ക് കുഴപ്പമില്ല. സാധനം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കഴിക്കാലോ. സുനിതാത്ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഉള്ളു തീർത്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ കഴിച്ചു. തസ്ലീഖാന്, റസ്ലീഖാന് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചോറിട്ടോടിക്ക് ചോറിനി ഉണ്ടാ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ചേച്ചിയെ ഒന്ന് ആഞ്ഞു പിടിച്ചതൊപ്പം തീർക്കാം. കുമാരി ചേച്ചിയും ചേച്ചി ഒരു മത്സരം തന്നെ നമുക്ക് കാഴ്ച വെക്കാം വേണമെങ്കിൽ. പച്ചരി ഇങ്ങനെ കഴിക്കാൻ കാരണം? ബോസ് പറയൂ ബോസ്, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഉഷാറായോ? ഭക്ഷണം ഉഷാറായി. പറയൂ ബോസ് പറയൂ. പക്ഷേ ഭക്ഷണത്തില് കുറച്ച് കയ്പുണ്ട്. കയ്പാ? ഏതാണ് കുറവുള്ളത്? സാമ്പാർ ഇത് മതി. ഭക്ഷണം ഉണ്ടാക്കിയവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുണ്ടാക്കി ഭക്ഷണം. വണ്ടിന്ന് ചോദിക്കാം അല്ലേ? വണ്ടിന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഭക്ഷണം കഴിച്ചാൽ? ഉഷാറായില്ലേ? രണ്ട് ഉണക്കമീൻ ഇല്ലാത്തതിന്റെ ഒരു പ്രയാസം, ഒരു വിഷമം. ഇപ്പോൾ നിൽക്കുന്നത് മൈസൂരിൽ നിന്നും മടിക്കേരിയിലേക്ക് പോകുന്ന വഴിമധ്യയാണ്. നമ്മൾ നമ്മുടെ യാത്രക്കാരോട് ഓരോരുത്തരും അഭിപ്രായം ചോദിക്കാം. ആദ്യമായി വെങ്ങാട് നിന്നുള്ള ഉണ്ണിയേട്ടനോട് ചോദിക്കും. ഉണ്ണിയേട്ട, താങ്കളുടെ ഈ യാത്രയെ പറ്റിയുള്ള അഭിപ്രായം യാത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, തരക്കെടില്ല. പക്ഷെ ഭക്ഷണം രണ്ട് ഉണക്കലും മുള്ളനോ മാന്തളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ അടുത്ത ടൂറിൽ അത് ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മുടെ ബോസ് അബ്ദുൽ ലത്തീഫ് ഫ്രം വളാഞ്ചേരി. താങ്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ആവശ്യമാണല്ലോ. അതിന് എന്ത് മോശമാണെങ്കിലും നല്ലതാണെന്ന് പറയുള്ളൂ. അങ്ങനെയാണല്ലോ ഈ അവസ്ഥ. അതെ, നമ്മുടെ ബോസ് പറയുന്നത് ഭക്ഷണം മോശമായാലും നന്ന് എന്ന് പറയുമെന്നാണ്. അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. അടുത്തതായി നമ്മൾ ജലീൽ കാ ഫ്രം ഷൊർണൂർ. വളരെ ആഹ്ലാദപ്രകടമാണ്. വളരെ നന്നായിട്ടുണ്ട്. അത് വളരെ 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 സന്തോഷവാനാണ്. കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് നമ്മൾ അച്യുതൻ ഫ്രം പുറമണ്ണൂർ. പക്ഷേ അംഗസംഖ്യ കൂടി പരിഹാരം ഉണ്ടാക്കും. ഇവിടെ നമ്മൾ വന്നതിനേക്കാൾ കൂടുതലുണ്ട്. 2 കുട്ടികൾ അധികം വന്നിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. 2 കുട്ടികൾ നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. തീരുമാനമാക്കണം. അടുത്തതായി രമ ഫ്രം വെങ്ങാട്. രമ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക്
വേറെ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും രമ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അധികം അഭിപ്രായമില്ല. അടുത്തതായി കുമാരി ഫ്രം തിരുവേഗം. കുമാരി ഫ്രം തിരുവേഗം. തങ്ങളുടെ അഭിപ്രായം പറയൂ, അഭിപ്രായം പറയൂ. പറയൂ അഭിപ്രായം പറയാ. പാട്ട് പാടാനല്ല പറഞ്ഞ അഭിപ്രായം പറയുമ്പോഴേ ഭക്ഷണം ഏറ്റവും നല്ല അഭിപ്രായം പറയുന്ന ആൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നത്. സമ്മാനം. ഓക്കെ, വളരെ ടേസ്റ്റുള്ള ഭക്ഷണമാണെന്നാണ് പറയുന്നത്. അടുത്തതായി പ്രിയപ്പെട്ട ഡ്രൈവർ അബ്ബാസ് ഭായ്. താങ്കളുടെ മഹനീയമായ സാഹിത്യം ഓഫില്ല. താങ്കൾ അഭിപ്രായം പറയാനാണോ? അടുത്തതായി നമ്മുടെ സത്യനാരായണൻ ഫ്രം കുളമംഗലം. സത്യനാരായണൻ ആളെല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ്. ഓക്കെ, എല്ലാവർക്കും വളരെ ഈ പരിപാടി ആൾ ഓടിക്കളഞ്ഞിരിക്കുകയാണ്. എന്നോട് ചോദിക്കണ്ടേ? അടുത്തതായി നമ്മൾ ചോദിക്കാൻ പോകുന്നത് വളാഞ്ചേരിയിൽ നിന്നുള്ള ഷഫീഖിനോടാണ്. ഷഫീഖ് പറയൂ. വളരെയധികം നല്ല ടൂറായിരുന്നു. മൈസൂരിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. അതിമനോഹരമായുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി. ഇനി കൂർഗിലോട്ടാണ് ഞങ്ങൾ വഴിയിൽ വലിയകുപ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ടിബറ്റൻ സെറ്റിൽമെന്റ് ബുദ്ധിസ്റ്റിൻ്റെ. അപ്പോൾ അവിടെ ഒന്ന് കാണണം. അതുപോലെ അതിനുശേഷം ഒരു നാഷണൽ പാർക്ക് ഉള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൾ നോൺ സ്റ്റോപ്പ് ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്തത് കണ്ണൂരിൽ നിന്നുള്ള വിനീത. വയറ് നിലത്ത്. എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? പറയൂ. ഉറക്കം യാത്രയെ പറ്റി എന്താ പറയുന്നത്? ആരാണ് സുധീഷ്? സുധീഷ് എന്ന് പറയുന്ന ആളാണ്. ആള് വലിയ കുഴപ്പമില്ല. ഇനി ഞാൻ പറയാം. ഇനി ഒരാൾ കൂടെ ബാക്കിയുണ്ട്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഇനി നമ്മൾ കൂർഗിലേക്ക് പോവുകയാണ്. അവിടെ കൂടി ചെന്നിട്ട് നമുക്ക് ബാക്കി വിശദമായി ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ കാണാം. ഓക്കെ, ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച് ക്ഷമിച്ച് ക്യാമറ എടുത്ത് ക്യാമറാമാനോട് എല്ലാം നല്ല പറയും. ഓക്കെ, ഇനി അവസാനിപ്പിക്കാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ബാബു ക്യാമറാമാൻ ഷഫീഖിനൊപ്പം ന്യൂസ് അത് പറയും ഞാൻ പറയണം. ക്യാമറാമാൻ ഷഫീഖിനൊപ്പം വാസന്തി ലക്ഷ്മി മടിക്കേരിയിൽ നിന്നും സത്യനാരായണൻ. ഏഷ്യാനെറ്റ് ന്യൂസ്.